ഉന്നമടക്കായലോളം കൈകൾ കൊട്ടിക്കളിക്കട മേളം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യൽ ഒരു അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടപ്രഥമൻ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആരും പറയില്ല അടപ്രഥമൻ ഉണ്ടാക്കാൻ അറിയില്ല എന്ന്. ഈ പ്രാവശ്യം ഓണത്തിന് അടപ്രഥമനായാലോ? ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് വേണ്ടുന്നത് അടയാണ്. ഇത് അരിയുടെ അടയാണ്. ഇതുമാതിരിയുള്ള അടയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് കുറച്ച് വലുതാണെങ്കിൽ നമുക്കിത് വേണം പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതൊരു 400 ഗ്രാം അടയുണ്ട്. അടുത്തതായി തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 3 തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 1-ാം പാലും ഇത് 2-ാം പാല് ഇത് 3-ാം പാല്. തേങ്ങ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായി ശർക്കര ഉരുക്കിയതാണ്. ഞാൻ 400 ഗ്രാം ശർക്കരയാണ് ഉരുക്കി വെച്ചിരിക്കുന്നത്. ഉരുക്കി നല്ലതുപോലെ അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണിത്. ഒരു 1/4 കപ്പ് ചവ്വരി വെള്ളത്തിലിട്ട് കുതിർത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇത് ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഉണക്കമുന്തിരിയാണിത്. കശുവണ്ടി, തേങ്ങ ഈ രീതിയിൽ അരിഞ്ഞതാണ്, ഏലക്ക പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്, ഒരു നുള്ളുപ്പ്. ഇനി നമ്മൾ ഈ അട ഞാൻ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. വല്ല അഴുക്കോ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനൊക്കെ ഉണ്ട്. ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള ഈ ഫാറ്റ് നമുക്ക് ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ നല്ലതുപോലെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫാറ്റ് എല്ലാം മാറി ഒന്നൊന്നായിട്ട് പ്രത്യേകം ആവുന്ന രീതിയിൽ വേണം നമുക്കെടുക്കാൻ. അടുത്തതായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ ശർക്കര അരിച്ച് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. മധുരം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഇച്ചിരി ശകലം കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. ഈ ശർക്കരയിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ഈ അടയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കരയിൽ കിടന്ന് വേണം ഇത് നല്ലതുപോലെ ഈ അടയിൽ ഈ ശർക്കര നല്ലതുപോലെ പിടിക്കുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ മുന്തിരിങ്ങ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് ഈ കശുവണ്ടിയും കൂടെ വറുത്തെടുക്കാം. ഇതായി കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് കോരിയെടുക്കാം. ഈ നെയ്യിലോട്ട് തന്നെ നമുക്ക് ഈ തേങ്ങയും കൂടെ വറുത്ത് കോരിയെടുക്കാം. ഈ തേങ്ങ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പം ഈ അട നല്ലതുപോലെ ശർക്കരയിൽ കിടന്ന് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ അരിവിലൊട്ടും വെള്ളമില്ലാതെ നല്ലതുപോലെ ഈ ഒരു ക്ഷമയോടുകൂടി നമ്മൾ ഈ ശർക്കര നല്ലതുപോലെ ഇങ്ങനെ വരട്ടിയെടുത്തു കഴിഞ്ഞാൽ ഈ അടയിലെല്ലാം നല്ലതുപോലെ ശർക്കര പിടിച്ച് നല്ല സൂപ്പറായിട്ടുള്ള പ്രഥമൻ നമുക്ക് കഴിക്കാൻ പറ്റും. കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ സമയത്ത് ഞാൻ ചവ്വരിയും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. അത് ക്യാമറയിൽ വന്നിട്ടില്ല. ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനെ കൊണ്ടാണ് നമ്മൾ ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യിനകത്തും കൂടെ കിടന്ന് ഒന്നും കൂടെ ഒന്ന് വരണ്ട് കിട്ടണം. വരണ്ട് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 3-ാം പാല് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3-ാം പാൽ ചേർത്ത് കൊടുക്കാം.
മൂന്നാം പാൽ നല്ലതുവണ്ണം പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇതും ഇനി പറ്റി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ഏകദേശം നല്ലതുവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നല്ലതുവണ്ണം ഒന്ന് ചൂടായി വന്നാൽ മതി, തിളയ്ക്കണ്ട. ഇത് നല്ലതുവണ്ണം ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഞാൻ ഈ 2 വയണയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാൻ നേരം എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു നല്ല ഒരു മണമായിരിക്കും ഇതിന് കിട്ടുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ അണ്ടിപ്പരിപ്പും തേങ്ങായും ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏലക്ക പൊടിച്ചത്, ഈ ചുക്ക് പൊടിച്ചതും കൂടെ നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി അടപ്രഥമൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ആണ്ടിലത്തെ ഓണത്തിന് എല്ലാവരും അടപ്രഥമൻ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ ഞാൻ പറഞ്ഞ മെത്തേഡിൽ ഉണ്ടാക്കിയാൽ ഒരു കുഴപ്പവുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടപ്രഥമൻ റെഡിയായി കിട്ടും. ഈ അടപ്രഥമൻ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുതേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. താങ്ക് യു.